മക്കള് ആഖിറത്തിന് വേണ്ടിയാണ്. ആഖിറത്തിന് വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി മക്കളെ തെരഞ്ഞെടുത്ത് മക്കൾ അതിനു വേണ്ടി പറഞ്ഞയക്കുന്നവരാണ് രക്ഷപ്പെടുന്ന ഉമ്മമാരും ഉപ്പമാരും. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ മക്കളെ വിടുന്ന വിഷയത്തിൽ നമ്മളെ നാട്ടിലെ രക്ഷിതാക്കൾ വളരെ പിന്നിലാണ്. ഭൗതികം പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ആക്കി കൊടുക്കും. മദ്രസാ പഠനം, മദ്രസിലെ ഉസ്താദുമാര് വളരെ കഷ്ടപ്പെടുന്നു. നമ്മുടെ ഉസ്താദുമാരിൽ ബഹുമാനപ്പെട്ട ഉമർ സഖാഫിയെ പോലുള്ളവരൊക്കെ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ്, കുട്ടികൾക്ക് മതരംഗത്ത് പഠിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അവർക്കൊഴിവുള്ളപ്പോ വരുന്നു, അവർക്കൊഴിവില്ലാത്തപ്പോ വരുന്നില്ല. അവർ ഭൗതിക പഠനത്തിന് വേണ്ടി എത്രയോ മതപഠനങ്ങൾ ഒഴിവാക്കി എത്രയോ ക്ലാസുകൾ തന്നെ കട്ട് ചെയ്യുന്നു ഭൗതിക രംഗത്തിന് വേണ്ടി. ഈ അവസ്ഥ വന്നാൽ ആഖിറ നഷ്ടമാണ്. ഉമ്മമാരെ ഉപ്പമാരെ ഭൗതികം പഠിക്കുന്നതിനെ എതിർക്കുകയല്ല, അതോടുകൂടെ മതവും കൂടെ പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. നമ്മുടെ മക്കൾക്ക് മതപരമായ അറിവ് നാം നൽകിയില്ലെങ്കിൽ അവർ ഏതെങ്കിലും റൂട്ടിലൂടെ സഞ്ചരിച്ച് ആഖിറം നഷ്ടപ്പെടുന്ന വഴിയിലൂടെ അവർ പോയാൽ അതിന് 100% ഉത്തരവാദിയും ഉമ്മയും ഉപ്പയുമാണ്. പ്രത്യേകിച്ച് ഉപ്പമാരാണെന്ന് മനസ്സിലാക്കണം. കുട്ടികൾക്ക് മദ്രസ പഠിപ്പിക്കാതെ വെറും ഭൗതികം മാത്രം പഠിപ്പിക്കുന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഇത് വലിയ നഷ്ടമാണ്. ഉത്തരവാദിത്വം ഉപ്പയുടെ കഴുത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ മതം പഠിപ്പിക്കണം. കർക്കശമായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. അതുപോലെ മതജീവിതത്തിന്റെ സ്വഭാവങ്ങളും മറ്റും നന്നാക്കാൻ വേണ്ടിയും അല്ലാഹുവിനോടുള്ള ബന്ധം പഠിപ്പിക്കാൻ വേണ്ടിയും ഫിഖ്ഹും അതുപോലെ തന്നെ അഖ്ലാഖും എല്ലാം കുട്ടികൾ പഠിക്കണമെങ്കിൽ മദ്രസയിൽ പോകണം മക്കൾ.